ഇന്നലെ നടന്ന അമേരിക്ക-ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അമേരിക്ക പക്ഷത്തിൻ്റെ നിലപാട് എന്തെന്നാൽ, അമേരിക്ക നടപടി ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കും ഒരു വാണിജ്യ കപ്പലിനും നേരെ ഇറാൻ 4 ആത്മഹത്യാ ഡ്രോണുകൾ വിക്ഷേപിച്ചെന്നും ഇത് വലിയ ഭീഷണിയാണെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇതിനെ പ്രതിരോധിക്കാനാണ് തങ്ങൾ ബന്ദർ അബ്ബാസിൽ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നും യു.എസ്. സെൻട്രൽ കമാൻഡർ വ്യക്തമാക്കി. തങ്ങളുടെ ഈ ആക്രമണങ്ങൾ അളന്നു തുറന്നതും പൂർണ്ണമായും പ്രതിരോധപരവും ആണെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. നിലവിലുള്ള വെടിനിർത്തൽ കരാർ നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരം നടപടികളെന്നും വെടിനിർത്തൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നുമാണ് ഔദ്യോഗികമായ നിലപാട്. അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്തെന്നാൽ, ഇറാനുമായി സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ശക്തമായ നടപടിയും സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇറാനിയൻ ഭാഗത്തുനിന്നുള്ള പക്ഷത്ത് ഒരു നിലപാടുണ്ട്. അത് നമുക്ക് കേൾക്കാം. അമേരിക്കൻ ആക്രമണ തുടക്കം ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ സൈന്യം ആദ്യം ആക്രമണം നടത്തിയെന്നും അതൊരു കടന്നുകയറ്റമാണെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. റഡാർ ഓഫാക്കി കടലിടുക്കിലൂടെ വരാൻ ശ്രമിച്ച അമേരിക്കൻ ടാങ്കറിനെ തങ്ങൾ തടഞ്ഞുവെന്നും അതിൽ പ്രതികരിക്കാനാണ് അമേരിക്ക ബന്ദർ അബ്ബാസിന് ചുറ്റുമുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ബോംബിട്ടതെന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക-ഇറാൻ സംഘർഷത്തിൻ്റെ ഇന്നലത്തെ അപ്ഡേഷൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്.